ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്നുള്ള IT സ്റ്റോക്സിലുള്ള ഒരു കുതിപ്പ്, അതിനുശേഷമുള്ള കിതപ്പ്. വിപ്രോയും IT സ്റ്റോക്സും ഡൗൺ ആവുമ്പോൾ ഒരു വലിയ കുതിപ്പിന് റെഡിയായിട്ട് ഡിഫൻസും ബാങ്കിങ്ങും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധ്യതയുള്ള 5 പുതിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ സംഭവിച്ചത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് കണ്ടതാണ്. ജൂൺ 5 നടന്ന RBI പോളിസി മീറ്റിംഗിന് ശേഷം മാർക്കറ്റിൽ ഒരു ചെറിയ സ്ലോ ഡൗൺ വന്നിരുന്നു. റിപ്പോ റേറ്റിൽ മാറ്റം വരുത്തേണ്ട എന്ന RBIയുടെ തീരുമാനം ബാങ്കിംഗ് സെക്ടറിന് വലിയൊരു റിലീഫും സ്ട്രെങ്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് ആയിട്ട് ബാങ്കിംഗ് സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് SBI പോലെയുള്ളവ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് സെക്ടറുകളിലും മാറ്റങ്ങളൊക്കെ വരും. എപ്പോഴും ഒരേ സ്റ്റോക്സ് തന്നെ നോക്കാതെ മൊമെന്റമുള്ള സ്റ്റോക്കുകൾ പിടിക്കുന്നതാണ് സ്മാർട്ട് ട്രേഡിംഗ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നമ്മൾ ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഫിൻടെക് പോലെയുള്ള പുതിയ വളർന്നു വരുന്ന സെക്ടറുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്റെ ഒരു വ്യൂ മാത്രമാണ്, ട്രേഡിംഗ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ നല്ല രീതിയിലുള്ള അനാലിസിസ്, റിസർച്ച്, അതിനൊക്കെ ശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാവുന്നതാണ്. ഈ 5 സ്റ്റോക്കുകളെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തരം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്ക് ഡിഫൻസ് സെക്ടറിലെ ശക്തനായിട്ടുള്ള പ്ലെയർ ആണ് ഭാരത് ഇലക്ട്രോണിക്സ്, അതായത് BL. ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിന് ഇപ്പോൾ ഒരു ഗ്ലോബൽ അറ്റൻഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. BL പോലെയുള്ള കമ്പനികൾക്ക് വലിയ തോതിലുള്ള എക്സ്പോർട്ട് ഓർഡറുകൾ കിട്ടുന്നത് സ്റ്റോക്ക് പ്രൈസിലും നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ ആയിട്ട് നോക്കുമ്പോൾ കമ്പനിയുടെ ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ്. 2026 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിക്ക് ഏകദേശം 30,000 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ $346 മില്യൺ എക്സ്പോർട്ട് ഓർഡറുകളുണ്ട്. മൗണ്ടൻ റഡാറുകൾ, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിനുള്ള ഏവിയോണിക്സ് പാക്കേജുകൾ, കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, ഇതൊക്കെ ഇതിൽ വരും. 2026 ഏപ്രിൽ 1 കണക്ക് വെച്ച് കമ്പനിയുടെ ടോട്ടൽ ഓർഡർ ബുക്ക് ഏകദേശം 76,000 കോടി രൂപയാണ്. വരുന്ന വർഷങ്ങളിൽ ഒരു സ്റ്റഡി റവന്യൂ ഉറപ്പാക്കാൻ ഇത് മതിയാവും. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 408 ലെവലിലാണ് ക്ലോസ് ചെയ്തത്. 400 ലെവലിൽ സ്റ്റോക്കിന് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഈ ലെവലിൽ നിന്ന് ഒരു ബൗൺസ് കിട്ടുകയാണെങ്കിൽ സ്റ്റോക്ക് അതിന്റെ റാലി തുടങ്ങാൻ നല്ലൊരു സാധ്യതയുണ്ട്. സ്ട്രോങ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സപ്പോർട്ടിൽ നിന്ന് തിരികെ കയറുന്നതിന്റെ സിഗ്നൽ കാണിക്കുമ്പോൾ ഒരു നല്ല എൻട്രി കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ടാർഗറ്റ് 430 എന്ന ഒരു റെസിസ്റ്റൻസ് ലെവലിലായിരിക്കും. റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ സപ്പോർട്ട് ലെവലായിട്ടുള്ള 400 താഴെ ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇനി നമുക്ക് ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. പവർ ഇൻഫ്രാ മേഖലയിൽ നിന്നുള്ള REC ലിമിറ്റഡ്. പവർ സെക്ടറിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആകുമ്പോൾ REC പോലെയുള്ള കമ്പനികൾക്ക് വലിയ പ്രോജക്ട് ഫിനാൻസിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ഫണ്ടമെന്റൽ ആയിട്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകൾക്ക് ഫൈനാൻസ് ചെയ്യുന്നതിൽ RECക്ക് ഒരു കീ റോൾ ഉണ്ട്. റിപ്പോ റേറ്റിൽ മാറ്റമില്ലാതെ തുടരും എന്ന RBIയുടെ തീരുമാനം REC പോലെയുള്ള NBFCകളുടെ ഫണ്ടിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. കമ്പനിക്ക് വളരെ നല്ലതാണ്. കഴിഞ്ഞ 2 ട്രേഡിംഗ് ദിവസങ്ങളിൽ സ്റ്റോക്കിൽ ഏകദേശം 2% റാലി വന്നത് ഇതിന്റെ ഒരു സൂചനയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ടെക്നിക്കലി ഒന്ന് നോക്കാം. സ്റ്റോക്ക് 343 ക്ലോസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മൂവ്മെന്റ് കാണിക്കുന്ന സ്റ്റോക്കിൽ പുതിയ ഇൻട്രസ്റ്റ് വരുന്നു എന്നുള്ളത് തന്നെയാണ്. 335 എന്ന ലെവലിൽ സ്റ്റോക്ക് ഒരു സപ്പോർട്ട് സോൺ വന്നിട്ടുണ്ട്. ഒരു ട്രേഡ് സെറ്റപ്പിനായിട്ട് 335 എന്ന സപ്പോർട്ടിന് മുകളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം എൻട്രി എടുക്കാം. അതിന് മുന്നേറ്റത്തിൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് 360 ആയിട്ട് ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവലിന് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് റിസ്ക് മാനേജ് ചെയ്യാനും മറക്കാൻ പാടില്ല. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ഭീമനായിട്ടുള്ള L&T ആണ്. ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നത് L&T പോലെയുള്ള കമ്പനികൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഫണ്ടമെന്റലി L&Tയുടെ ഓർഡർ ബുക്ക് വളരെ ശക്തമാണ്. മിഡിൽ ഈസ്റ്റിൽ അടുത്തിടെ ഒരു വലിയ ഓൺഷോർ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്ട് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഫെബ്രുവരിയിൽ ഹൈഡ്രോ കാർബൺ വെട്ടിക്കലിന്റെ പുതിയ ഓൺഷോർ ഓഫ്ഷോർ ഓർഡറുകൾ ലഭിച്ചു. ഇത് കമ്പനിയുടെ ഡൈവേഴ്സിഫൈഡ് സ്ട്രോങ് ബിസിനസ് മോഡലാണ് കാണിക്കുന്നത്. ടെക്നിക്കൽ ചാർട്ടിൽ സ്റ്റോക്ക് 3953 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റിലെ വോളറ്റാലിറ്റി ഒക്കെ ഉണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് സ്റ്റോക്ക് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ടിനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് തിരികെ കയറുമ്പോൾ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ടാർഗറ്റ് 4000 ആണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് സപ്പോർട്ടിന് തൊട്ട് താഴെയായിട്ട് വെക്കുക. ഇൻഫ്രാ ഗ്രോത്തിൽ വിശ്വസിക്കുന്നവർക്ക് L&T നമ്മുടെ വാച്ച് ലിസ്റ്റ് ഇടുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് താനും. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റോക്ക് പിക്കിംഗിലേക്ക് കടക്കാം. ബാങ്കിംഗ് സെക്ടറിലെ വലിയൊരു പ്ലെയർ ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ റാലി ലീഡ് ചെയ്യുന്നതിൽ മെയിൻ സ്റ്റോക്കുകളിൽ ഒന്ന് SBI തന്നെയാണ്. ഫണ്ടമെന്റലി നോക്കിയാൽ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് 5.25% മാറ്റമില്ലാതെ വെച്ചത് ബാങ്കുകൾക്ക് ജനറൽ ആയിട്ട് വളരെ നല്ലതാണ്. ഇത് ലോണുകൾക്ക് ഡിമാൻഡ് നിലനിർത്താനും ബാങ്കുകളുടെ മാർജിൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. SBI ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല സാഹചര്യത്തിൽ നല്ല ബെനിഫിഷ്യറി ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 977 ആ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. 1000 സൈക്കോളജിക്കൽ ലെവലിലേക്ക് സ്റ്റോക്ക് എത്താൻ സാധ്യതയുണ്ട്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്കിൽ വലിയൊരു ബുള്ളിഷ് മൊമെന്റം നമുക്ക് കാണാൻ കഴിയും. തിരിച്ച് 970 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് സെറ്റപ്പ് എന്ന നിലയിൽ 970ക്ക് താഴെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാം. 970ക്ക് മുകളിൽ ഒരു ട്രേഡ് ചെയ്യാം, എൻട്രി എടുക്കാവുന്നതുമാണ്. അല്ലെങ്കിൽ 1000 ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു എൻട്രി നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് 1020 ആയിരിക്കും. മുമ്പ് പറഞ്ഞ പോലെ സപ്പോർട്ട് സോണിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വളരെ മസ്റ്റ് ആണ്. നമുക്ക് ലിസ്റ്റിലെ അവസാനത്തെ സ്റ്റോക്ക് ആരാണെന്ന് നോക്കാം. പുതിയ കാലത്തെ ഡിജിറ്റൽ സെക്ടറിൽ നിന്നാണ്
സൊമാറ്റോ ഫുഡ് ഡെലിവറി എന്നതിനേക്കാൾ കമ്പനി ഇപ്പോൾ ഫിൻടെക്, ക്വിക്ക് കൊമേഴ്സ് പോലെയുള്ള ഏരിയാസിലേക്ക് വേഗത്തിൽ വളരുകയാണ്. ഫണ്ടമെന്റൽ ആയിട്ട് സൊമാറ്റോ അതിന്റെ ബിസിനസ് മോഡൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. ബ്ലിങ്കിറ്റ് വഴിയുള്ള ക്വിക്ക് കൊമേഴ്സ്, ഹൈപ്പർ പ്യുവർ വഴിയിട്ടുള്ള B2B സപ്ലൈസ് കൂടാതെ ഇവന്റ് ടിക്കറ്റിംഗ് പോലെയുള്ള ഡിജിറ്റൽ സർവീസുകൾക്കും കമ്പനി കടന്നു വന്നിട്ടുണ്ട്. റെസ്റ്റോറന്റുകൾക്ക് ലോണുകൾ നൽകുന്നതിനായിട്ട് സ്വന്തമായിട്ട് NBFC സ്ഥാപിക്കാനും സൊമാറ്റോ മുൻപ് പ്ലാൻ ചെയ്തിരുന്നു. ഇത് ഫിൻടെക് സെക്ടറിലേക്കുള്ള കമ്പനിയുടെ ഒരു പുതിയ എൻട്രി ആണ് എന്നാണ് കാണിക്കുന്നത്. ടെക്നിക്കൽ ചാർട്ട് നോക്കിയാൽ 256 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. 245 ലെവലിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. തിരിച്ചു കയറുമ്പോൾ ഇതിന്റെ ഒരു അപ് ട്രെൻഡ് വീണ്ടും തുടങ്ങാൻ സാധ്യതയുണ്ട്. ട്രേഡിനായിട്ട് 245 സപ്പോർട്ടിൽ നിന്ന് സ്റ്റോക്ക് മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു എൻട്രി എടുക്കാം. 270 ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവലാണ്, അവിടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. സപ്പോർട്ട് ലെവലിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് സേഫ് ആക്കേണ്ടതുണ്ട്. സൊമാറ്റോയിലെ ട്രേഡ് എന്ന് പറയുന്നത് ഇന്ത്യ ഗ്രോ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ എക്കണോമിയിൽ പങ്കാളിയാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണണം. അപ്പോ ഇതാണ് അടുത്ത ആഴ്ച റഡാറിലുള്ള 5 സ്റ്റോക്കുകൾ. ഭാരത് ഇലക്ട്രോണിക്സ്, REC ലിമിറ്റഡ്, L&T, SBI, അതുപോലെ തന്നെ സൊമാറ്റോ. ഓരോന്നും ഫണ്ടമെന്റലി സ്ട്രെങ്ത്തും ഒരു നല്ല ടെക്നിക്കൽ സെറ്റപ്പും തരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഏതെങ്കിലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഓൾറെഡി ഉണ്ടോ? ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റി തരുന്ന മറ്റ് സ്റ്റോക്കുകൾ ഏതാണ്? കമന്റുകളായിട്ട് അറിയിക്കാം. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു പോയിന്റോടെ നമുക്ക് നിർത്താം. മാറുന്ന മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തുകയാണ് വളരെ പ്രധാനം. നമ്മൾ ഇന്ന് ഡിഫൻസ്, ഇൻഫ്ര, ബാങ്കിങ്, ഡിജിറ്റൽ സെക്ടറുകളിലെ സ്ട്രോങ് സ്റ്റോക്സ് ഡിസ്കസ് ചെയ്തു. ഒരു കാര്യം ഓർമ്മിക്കുക, FII സെല്ലിംഗ് മാർക്കറ്റിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. വോളറ്റാലിറ്റി കൂടി തന്നെയാണുള്ളത്. ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിക്ക് 54,140 എന്ന ലെവൽ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ്. ഇതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ കഴിയും. ഒരു ഹൈ പ്രോബിലിറ്റി സെറ്റപ്പ്, ഒരിക്കലും ഒരു ഗ്യാരണ്ടി ഒന്നും അല്ലെങ്കിലും മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് മൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ റിസ്ക് മാനേജ്മെന്റ് എല്ലാത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കാണുകയും ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ഒരു മാർക്കറ്റ് സ്റ്റഡിയിൽ പറയാനുള്ളത്. കൂടുതൽ മാർക്കറ്റ് അനാലിസിസുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.